തിരുവനന്തപുരം നഗരത്തിൽ 100-ലധികം മൊബൈൽ ടവറുകൾ ഉയർന്ന 2011-ൽ നഗരസഭ അനുമതി നൽകിയത് 13 എണ്ണത്തിന് മാത്രം. പെർമിറ്റ് ഫീസ് ഇനത്തിലാണ് ഇവയ്ക്ക് ഫീസ് ഈടാക്കുന്നതിനാൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ലെന്ന് നഗരസഭ പറയുന്നു. ടവറുകളിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ സംബന്ധിച്ചും നടപടിയെടുത്തിട്ടില്ല. നിലവിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ ഇവയൊന്നും കേരളത്തിലെവിടെയും പാലിക്കുന്നില്ല. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ടവറേ പാടുള്ളൂ. ആ ടവറിന് 80 അടി ഉയരം ഉണ്ടായിരിക്കണം. വീടുകളുടെ മുകളിലും പല കമ്പനികളും ഒരു ടവറിൽ തന്നെ 10-20 മറ്റ് കമ്പനികളുടെ ഡിവൈസസ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന അവസ്ഥയെക്കുറിച്ച് ശാസ്ത്ര വിദഗ്ധനും എഞ്ചിനീയറും ആരോഗ്യ മേഖലയിലെ വിദഗ്ധരും ഉൾപ്പെട്ട കമ്മിറ്റി രൂപീകരിച്ച് പഠിക്കണമെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടിരുന്നു. 2013 ജനുവരി 31-നകം ഇതിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും 2012 ഒക്ടോബർ 6-ന് നൽകിയ ഉത്തരവിൽ തിരുവനന്തപുരം നഗരസഭയോട് ഓംബുഡ്സ്മാൻ ആവശ്യപ്പെട്ടു. എന്നാൽ 2013 മെയ് 25-ന് വിവരാവകാശ പ്രകാരം നഗരസഭ നൽകിയ മറുപടി ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ വിഷയം കൗൺസിലിൽ അവതരിപ്പിക്കാൻ അജണ്ട നൽകിയിട്ടുണ്ട് എന്നാണ്. കോടിക്കണക്കിന് രൂപ കൈക്കൂലി അഴിമതി ആണ് ഇതിൻ്റെ പിന്നിൽ. ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ടൊരു ബില്ല് കൊണ്ടുവരണം. അതേ ഇനി പരിഹാരമുള്ളൂ. വികാസ് വാസു, മീഡിയ 1, തിരുവനന്തപുരം.